ഞാനൊരു എക്സ് പെന്തോ ആണ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഓക്കെ, വിളിച്ചത് ഞാനൊരു എക്സ് സെമിനാരിയൻ കൂടെയാണ്. അതായത് സെമിനാരിയിൽ ഒരു 3 വർഷം പഠിച്ച ആളാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. ഞാൻ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന പാസ്റ്റർ ഒക്കെ നിങ്ങളുടെ ചർച്ചയിൽ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവര് ബേസിക്കലി വന്ന ഉടനെ തന്നെ ആദ്യം പഴയ നിയമത്തിനെ അങ്ങ് തള്ളും. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഭാഗമായിട്ടല്ല, ഞങ്ങള് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇവർ പറയാറ്. കുട്ടി പ്യുവർലി ഫേക്ക്. ഞാൻ സെമിനാരി പഠിച്ച ആളായതുകൊണ്ടും അവിടെ വരുന്ന പാസ്റ്റേഴ്സിൻ ഫുൾ ഇവർ കാണിക്കുന്ന ഉടായ്പത്തരങ്ങൾ ഫുള്ള് ഞാൻ നേരിട്ട് കണ്ടയാളാ. മറ്റേ ഇങ്ങനെ ഈ നെറ്റിമേ തൊടുമ്പോ ഇങ്ങനെ കിടന്ന് തുള്ളുന്നതൊക്കെ അത് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ആൾക്കാരാ. നിർത്തി അവമാനിക്കുവാണെന്നേ. അപ്പൊ ഞാൻ എന്റെ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവരെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവര് നടന്ന് എല്ലാരും തള്ളുന്ന കൂട്ടത്ത് നമ്മളെയും തള്ളാൻ വരും. നമ്മളിത് കുറെ കണ്ടതാന്ന മട്ടിൽ അങ്ങ് നിൽക്കും. നമ്മളെ വീഴ്ത്തവരെ പറ്റൂല, ബിക്കോസ് നമ്മൾ അവെയർ ആയി നിൽക്കുക. ഇത് ഫുള്ള് ചുമ്മാ ഉടായിപ്പാന്ന്. ഇവര് നമ്മളൊരു നോർമൽ ഒരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് പോയി അവിടെ നിന്ന് നോക്കണം. നമ്മൾ വീഴത്തുമില്ല, നമുക്ക് ബാധ കയറത്തുമില്ല, നമ്മുടെ നിന്ന് ബാധ പോകത്തുമില്ല. നിങ്ങൾ ഏത് ദൈവത്തോടാ നിങ്ങൾ ഈ പറയുന്ന ഒരു മിനിമം ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ദൈവം ആരാന്നുള്ള ഒരു മിനിമം വേണം. അതായത് ലിറ്ററലി പറഞ്ഞാൽ നമുക്കൊരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആ സാമ്പത്തികത്തിൽ നിന്നൊരു പുറത്തൊരു ഡെലിവറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ഈ എൻറ്റയർ ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കുറഞ്ഞ പക്ഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് മിനിമം ഒരു 10 കിലോ ഗോൾഡിനെങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു പരിപാടിയാണ്. ഒരു പെൺകുട്ടി ഗ്ലാസ് വെച്ചിട്ട് ഫ്രണ്ട് ഇരിപ്പുണ്ട്. എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പൊ ഗ്ലാസ് എടുത്ത് എറിയുക. ഇനി നിനക്ക് ഗ്ലാസ് വേണ്ട, ദൈവം നിന്നെ സൗഖ്യമാക്കി, ഇനി നിനക്ക് ഗ്ലാസ് വേണ്ട. ഇപ്പോഴും ഗ്ലാസ് വെച്ചാ നടക്കുന്നത്. ആ പാസ്റ്ററിന് ഇപ്പോഴും ജോലിയുണ്ട്, പാസ്റ്ററിന് ഇപ്പോഴും വരുമാനമുണ്ട്, ആളിപ്പോഴും ക്ലാസ് വെച്ച് നടക്കുന്നത്. പരീക്ഷയ്ക്ക് പാസ്സാവുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പരീക്ഷയ്ക്ക് പാസ്സാവും, പഠിച്ചാ പാസ്സാവും, പഠിച്ചില്ലേ പാസ്സാവൂല. അല്ല, ഞങ്ങൾ പഠിച്ചില്ല, പക്ഷെ എന്തോ ഉടമ്പടി എന്തോ സ്വീകരിച്ചു, അപ്പോ പാസ്സായി, അങ്ങനെയൊക്കെ അല്ലേ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് സംഭവം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവര് സിവിൽ സർവീസിൽ പറയണം. ഹൈ ഗ്രേഡഡ് സാധനങ്ങളിൽ ഇത് പറയണം. 10 പാസ്സാവാൻ പറ്റും, അടുത്തിരുന്നവൻ നന്നായിട്ട് എഴുതിയാലും നമ്മൾ ജയിക്കും. പെന്തക്കോസ്തുകാരുടെ ഈ പറയുന്ന തരത്തിലുള്ള ഉടായ്പകൾ നിങ്ങൾ സ്വയം കണ്ടെത്തി പൊളിക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇതേപോലെ ആളുകൾ മുന്നോട്ട് വരട്ടെ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.